ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഹരിപ്രിയ മാം ആണ്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു ജാസ്മിൻ. ഗുഡ് മോർണിംഗ്. യെസ്, ഏതായാലും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോഴും ഉള്ളത്. 25,200 എന്നുള്ള ഒരു ലെവല് റീഗെയിൻ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വീണ്ടും 100-നടുത്ത പോയിന്റുകളുടെ ഒരു ഇടിവാണ് കാണുന്നത്. ഇന്ത്യ വിക്സിലൊക്കെ തന്നെയും 11% ഒരു ഷൂട്ടപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും താരിഫിന്റെ കൺസേൺസ് നിലനിൽക്കുന്നു. ഇപ്പോൾ നിലവിലത്തെ ഈ ഒരു സ്ഥിതിയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബെയറിഷ് ആകാനുള്ള ചാൻസസ് ഉണ്ടോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ കറന്റ്ലി മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 25,600 എന്നുള്ള ലെവലാണ് റീസെന്റ് ഒരു ഹൈ മേക്ക് ചെയ്തത്. അത് 30th ജൂണിന് മേക്ക് ചെയ്ത ഹൈ ആണ്. അതിനും തൊട്ട് താഴെ കിടക്കുന്ന 24,374 ഇടയിൽ കിടന്ന മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ കേസ് 25,300 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് നല്ല ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിന് 25,600 എന്നുള്ള ആ ഹൈയും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് നമുക്ക് 25,500 25,400 വരെയോ 24,400 വരെയോ താഴേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. വെയിറ്റ് ആൻഡ് വാച്ച് ലെവലാണ് കറന്റ്ലി മാർക്കറ്റ് ഷോ ചെയ്യുന്നത്. യെസ്, ഏതായാലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഇന്നിപ്പോൾ നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു ഇടിവ് തന്നെയാണുള്ളത്. ബാങ്ക് ഇൻഡെക്സിലും സമാനമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണോ മാമിനുള്ളത്? ബാങ്ക് ഇൻഡെക്സിലും ഏകദേശം സമാനമായിട്ടുള്ള വ്യൂ ആണ്. പക്ഷേ നിഫ്റ്റിയെക്കാളും കുറച്ചും കൂടെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു ബാങ്ക് എന്ന് നമുക്ക് പറയാം. കുറച്ചും കൂടെ ഹൈ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നും വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ക്യാൻഡിൽസ് നോക്കുവാണെങ്കിൽ നല്ല ഗ്രീൻ കാൻഡിൽ ഫോർമേഷനോട് കൂടിയാണ് അത് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നിൽക്കുന്ന 56,400 ആ ഒരു 56,400 56,500 ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു 57,000 വരെയെങ്കിലും അത്രയെങ്കിലും പോയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും പോയിട്ട് നമുക്ക് കുറച്ചൊരു ഹൈ അത് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ലെവലിൽ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ഫോം ചെയ്തേക്കുന്ന ഈ കഴിഞ്ഞ ഒക്ടോബർ 1 തുടങ്ങി ഇന്ന് വരെ ഫോം ചെയ്തേക്കുന്ന ഗ്രീൻ കാൻഡിൽസ് ആണ് ആ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നത്. എഗെയിൻ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത്. അതിൽ അവന്യൂ സൂപ്പർമാർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്റ്റോക്ക് ഇന്ന് 1% കൂടുതൽ, കൃത്യം 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. അവന്യൂ സൂപ്പർമാർട്ടിന്റെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് കമ്പനി ഇത്തവണ ഈ ഒരു ക്വാർട്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവന്യൂ സൂപ്പർമാർട്ട്സിലുള്ള മാമിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? അവന്യൂ സൂപ്പർമാർട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലേത്തേന്, അതായത് ഒരു 5th മാർച്ച് തുടങ്ങിയുള്ള സമയപരിധി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു എന്താ പറയുന്നത് ഒരു ട്രെൻഡ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് അത് പോയേക്കുന്നത്. ആ ഒരു ട്രെൻഡ് ലൈനിന്റെ അടുത്ത് വന്ന് തങ്ങി അത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗഎവർ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ RSI ലെവൽ ആണെങ്കിലും 20ക്ക് താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ MACD നോക്കുവാണെങ്കിൽ അതും താഴേക്കുള്ള പോയിന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവല് 4,200 എന്നുള്ള ലെവലിൽ ടച്ച് ചെയ്ത് നല്ല ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇനി ഇത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റോക്ക് കറന്റ്ലി ഇടിവാണ്. അതിന്റെ ഫണ്ടമെന്റൽസിന്റെ അല്ലെങ്കിൽ ആ റിസൾട്ട് ഫോർമേഷന്റെ അല്ലെങ്കിൽ റിസൾട്ട് റിലീസ് ചെയ്തതിന്റെ ആ ഒരു ഇടിവാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോങ് ടേമിൽ തന്നെ ഇത് നല്ലൊരു സ്റ്റോക്കാണ്. ഹൗവർ കറന്റ്ലി കുറച്ചൊരു നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്ത് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രം ഇതിൽ ട്രേഡ് ചെയ്ത് ഷോർട്ട് ടേമിൽ തന്നെ എടുക്കുക. ഇന്നിപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടുകൾക്ക് ശേഷം വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ഏകദേശം 12.5% കൂടുതൽ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. റവന്യൂ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 47% ഒരു നേട്ടമാണ്. എബിഡ 61 കോടിയിൽ നിന്ന് 158 കോടിയായിട്ടിരിക്കുന്നു. അങ്ങനെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി ഭേദപ്പെട്ട ഒരു ക്വാർട്ടറാണ് കടന്നു പോകുന്നത്. ഈ ഒരു ഹൈ ലെവൽസിൽ ഇന്നൊരു റെക്കോർഡ് മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ടോ? ഈ ഹൈ ലെവൽസിൽ നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്?
ഇപ്പോൾ നിൽക്കുന്ന കറന്റ് ലെവലായ 1265 എന്നുള്ള ലെവല് നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ട ഒന്നാണ്. കാരണം അത് ജൂലൈ 16-17 കാലഘട്ടങ്ങളിൽ ഒരു നല്ല ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഹൈയെ ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ആ ഗ്രീൻ ക്യാൻഡിൽ ഇന്ന് ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ആ ഫ്രൈഡേ ലെവൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫോം ചെയ്യാൻ ഇത് തിരിച്ചു വരുമോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നാലും നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ആണ് വോളിയത്തിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല നല്ല ഒരു സ്ട്രെങ്ത് RSIയിലും കാണിക്കുന്നുണ്ട്. RSI ഒരു 77 ലെവലിലേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. MACDയും മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോയി നിൽക്കുകയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഹോൾഡിംഗ് കൂടുതലും പബ്ലിക്കിന്റെ കയ്യിലാണ് എന്നതാണ്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവല്, അതായത് 1272 എന്നുള്ള ആ ലെവല് അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഫോം ചെയ്യുകയാണ് ഒരു ചെറിയ റീടെസ്റ്റോടുകൂടെ. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതിൽ നിക്ഷേപിക്കാം. നമ്മൾ അവസാനമായിട്ട് അദാനി എനർജി സൊല്യൂഷൻസിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുകയാണ്. കമ്പനി ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് ഒക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ഭേദപ്പെട്ട നമ്പേഴ്സ് ഇത്തവണ റിസൾട്ടുകളിൽ വരാനുള്ള ഒരു ചാൻസസ് ആണ് കമ്പനി കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിലുള്ള ഒരു ടേക്ക്? ഈ സ്റ്റോക്കില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, അതായത് 22 സെപ്റ്റംബർ തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള കാലപരിധിയിൽ നല്ല ഒരു ഹൈ ആണ് അത് ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു റീടെസ്റ്റ് കഴിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല 22 സെപ്റ്റംബർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനും ഉണ്ട്. ഇപ്പോൾ ഉള്ള RSI ലെവലും നല്ലൊരു ലെവലിന് മുകളിലാണ്, അതായത് 60ക്ക് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു വോളിയം ഫോർമേഷൻ 22 സെപ്റ്റംബറിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല MACD ലെവലിലേക്ക് താഴേക്ക് പോകണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നത് പോലെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ലെവലായ 938 അല്ലെങ്കിൽ 930 എന്നുള്ള ആ ലെവലിനെ ക്രോസ് ചെയ്ത് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനും കൂടെ ഫോം ചെയ്ത് 960യെ ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ഇതിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഭാവിക്ക് നല്ലത്.